ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മത്തിലെ ഹലാല് ഹറാമുകളെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുമായിരുന്ന സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ഹലാല് ഏത് ഹറാം ഏത് എന്ന വിഷയത്തിൽ ഏറ്റവും നന്നായി അറിവുള്ള വ്യക്തിയും സ്വഹാബിയുമാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകനും മുആദ് റളിയല്ലാഹു അൻഹു മാത്രമായിട്ടുള്ള സന്ദർഭങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായതായി അദ്ദേഹം വിവരിച്ചു നൽകിയിട്ടുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ കുൻതു റദീഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ, ഒരിക്കലൊരു കഴുതപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ യാത്രികനായിക്കൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, അദ്ദേഹം എന്നോട് പേര് വിളിച്ചുകൊണ്ട് ചോദിച്ചു, യാ മുആദ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകി, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. അദ്ദേഹത്തിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, യാ മുആദ് ഇബ്നു ജബൽ അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. മുആദ്, താങ്കൾക്ക് അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ് എന്നതിനെക്കുറിച്ച് അറിയുമോ എന്ന് എന്നോട് തിരിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. എന്താണ് അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് അടിമകളിൽ നിന്ന് കിട്ടേണ്ട അവകാശം എന്താണ് എന്ന് അറിയുമോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് അള്ളാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത, അടിമകളിൽ നിന്ന് സ്രഷ്ടാവായ അള്ളാഹുവിന് കിട്ടേണ്ട അവകാശം അവനെ മാത്രം ആരാധിക്കലാണ്, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കലാണ്. അതാണ് ഉടമയായ സ്രഷ്ടാവായ അള്ളാഹുവിന് അടിമകളായ നമ്മിൽ നിന്ന് കിട്ടേണ്ട അവകാശം, നമ്മൾ സ്രഷ്ടാവായ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യത. പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി, സുമ സാറ സാഹത്തൻ, ഒരു മണിക്കൂറൊക്കെ പിന്നിട്ടു ആ യാത്ര. അപ്പൊ വീണ്ടും പ്രവാചകൻ എന്നോട് ചോദിച്ചു, യാ മുആദ് ഇബ്നു ജബൽ. ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകി, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് ഇദാ ഫഅലു ദാലിക. ഉടമയായ സൃഷ്ടാവായ അള്ളാഹുവിനോട് അവന്റെ അടിമകളായ മനുഷ്യർ കൊടുക്കേണ്ട അവകാശത്തെക്കുറിച്ച്, ബാധ്യതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ ബാധ്യത നിറവേറ്റിയാൽ
അള്ളാഹു അവന്റെ അടിമക്ക് കൊടുക്കുന്ന ഒരു അവകാശമുണ്ട്, അങ്ങനെ അള്ളാഹു ബാധ്യതയായി ഏറ്റെടുത്തൊരു കാര്യമുണ്ട്, അത് നിനക്കറിയാമോ എന്ന് തിരിച്ചു ചോദിച്ചു. ഞാൻ പറഞ്ഞു, അള്ളാഹു റസൂലുഹു അലം, അള്ളാഹുവിനും പ്രവാചകനുമാകുന്നു ഏറ്റവും നന്നായി അറിയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു എന്നാണ്, അല്ലാ യുഅദ്ദിബഹും, അങ്ങനെ അവർ പ്രവർത്തിച്ചാൽ അവർ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് സ്രഷ്ടാവായ ഉടമയായ അള്ളാഹു തിരിച്ച് സൃഷ്ടികളോട് ചെയ്യുന്ന കാര്യം. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോട് ചോദിച്ചു, ആ ഉബശ്ശിറുന്നാസ്, അങ്ങനെയാണെങ്കിൽ പ്രവാചകർ ഇത് വല്ലാത്തൊരു സന്തോഷ വാർത്തയാണല്ലോ. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്താൽ അവരെ പിന്നെ അള്ളാഹു ശിക്ഷിക്കില്ല എന്നത് വല്ലാത്തൊരു സന്തോഷ വാർത്തയാണല്ലോ. ആ സന്തോഷ വാർത്ത ഞാൻ ജനങ്ങളെ അറിയിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അങ്ങനെ അത് പറയാൻ പാടില്ല. കാരണം ഫയത്തകിലു, അങ്ങനെ പറഞ്ഞാൽ അവർ പിന്നെ സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാതെ തൗഹീദ് എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അതിൽ തവക്കുലാക്കി നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഇപ്പൊ പറയേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നീട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്താണ് ഒരു വഹ്യ് അല്ലെങ്കിൽ ഒരു ഇൽമ് തടയപ്പെട്ടു പോകാൻ പാടില്ല എന്ന അർത്ഥത്തിൽ ഈ സംഭവത്തെ മുആദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഉദ്ധരിക്കുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് കാര്യങ്ങളാണ് സുപ്രധാനമായും ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒട്ടേറെ ഗുണപാഠങ്ങൾ സ്വാഭാവികമായും പ്രവാചകന്റെ ഒരു ജീവിത ചരിത്രം, ജീവിതത്തിലെ ഏട് എന്ന നിലക്ക് നമ്മൾ ഈ സംഭവത്തെ എടുക്കുമ്പോൾ പണ്ഡിതന്മാർ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒട്ടനേകം ഗുണപാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കാതലായ രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നതെന്ത് ഈ സംഭവത്തിൽ, ഈ ഹദീസിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു വഴി. ഒന്നാമത്തത് എന്താണ്? സ്രഷ്ടാവായ അള്ളാഹുവിന്റെ അവന് അടിമകളായ നമ്മളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ് അവനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്നത്. അത് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവും അനുഗ്രഹങ്ങൾ നൽകിയവനുമായ അള്ളാഹുവിനോട് കൊടുക്കേണ്ട പ്രധാനമായ ബാധ്യതയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇബാദ് എന്ന ആ പ്രയോഗത്തിലൂടെ പഠിപ്പിക്കുന്നതിൽ തന്നെ ഒട്ടേറെ ഗുണപാഠങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ അവിടെ പിന്നെ പ്രവാചകനെ പ്രകീർത്തിച്ച് പറയുന്ന സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം അള്ളാഹുവിന്റെ അടിമ എന്നാണ്. നമുക്കറിയാം, പ്രവാചകന്റെ ചരിത്രത്തിൽ വലിയ സന്തോഷം പ്രവാചകൻ ഉണ്ടായ, എന്നാൽ അത് തിരിച്ചു വന്നപ്പോൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയ ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്ര. ഒറ്റ രാത്രിയിൽ പ്രവാചകൻ ബൈത്തുൽ മുഖദ്ദസ് വരെ ചെന്നു. അതുപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് ഒന്നാം ആകാശം വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. ഒട്ടനേകം കാഴ്ചകൾ കണ്ടു, അള്ളാഹുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്ത വലിയ സംഭവം ഉണ്ടായി തിരിച്ചു വന്നു. ഇത് നാട്ടുകാരോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അനുഭൂതിയാണ് ആ യാത്ര പ്രവാചകന് കിട്ടിയത്. എന്നാൽ നാട്ടുകാരോട് പറഞ്ഞപ്പോഴോ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ അവിശ്വസിക്കാനും കളവാക്കാനും അത് കാരണമായി. വീണ്ടും മനസ്സ് പ്രയാസപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അള്ളാഹുവിന്റെ അടിമ എന്ന് ചേർത്തി പറഞ്ഞാണ് പുകഴ്ത്തുന്ന ഘട്ടമുണ്ടായത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിലെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകനെ പുകഴ്ത്താൻ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അള്ളാഹുവിന്റെ അടിമക്ക് മേൽ ഗ്രന്ഥമിറക്കിയ അള്ളാഹുവിനാകുന്നു പരിശുദ്ധ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമ എന്ന് വിളിക്കുന്നത്, അബ്ദെന്ന് ചേർത്തി അള്ളാഹുവിലേക്ക് പറയുന്നത്, അത് വലിയ സ്ഥാനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഖുർആനിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളായ വിശ്വാസികൾ എങ്ങനെ വർത്തിക്കണമെന്ന ഒരു കോഡ് ഓഫ് കണ്ടക്ട്, എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന രീതികളെ കുറിച്ച് പഠിപ്പിക്കുന്ന ആയത്തുകളുണ്ട്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിമകൾ എങ്ങനെയായിരിക്കണം അവരുടെ സ്വഭാവം. ജനങ്ങളോട് ഇടപെടുമ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യത എല്ലാം വിശദീകരിക്കുന്നിടത്ത് അവൻ ചേർത്തി പറഞ്ഞത് വഇബാദുർ റഹ്മാൻ, എന്റെ അടിമകൾ എന്നാണ് ചേർത്തി പറഞ്ഞത് കാണാൻ പറ്റുക. അപ്പൊ എവിടെയും അള്ളാഹു അവന്റെ ഉബൂദിയത്തിലേക്ക്, അടിമത്വത്തിലേക്ക് ചേർത്തി പറഞ്ഞാൽ അത് റബ്ബ് വളരെ ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടുകൂടെ നൽകുന്ന ആദരവാണ് എന്നർത്ഥം. ആ പ്രയോഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആരുടെ അടിമ? ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന്റെ അടിമയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതയാണ് അയ്യഅ്ബുദു വലാ യുശ്രികൂ ബിഹി ശൈഅ. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുക. സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തവൻ. പരിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മളോട് എണ്ണി പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ആകാശത്തുനിന്ന് മഴ വർഷിപ്പിച്ചു നൽകുന്നവൻ റബ്ബാണ്.
ഈ മഴ വർഷിച്ചതിന്റെ ശേഷം നിങ്ങൾക്ക് ആവശ്യമായ സസ്യങ്ങൾ അതുകൊണ്ട് മുളപ്പിക്കുന്നവൻ റബ്ബാണ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ റബ്ബാണ്. നിങ്ങളുടെ രോഗം മാറ്റിത്തരുന്നവൻ റബ്ബാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും നിശ്ചയിക്കുന്നവൻ റബ്ബാണ്. എന്നാൽ ഖേദകരമാണ്, ചില വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ ഇതൊക്കെ റബ്ബാണ് എന്ന് അംഗീകരിക്കുമ്പോഴും അവർ രോഗം മാറാൻ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ അവരുടെ കഷ്ടപ്പാടുകൾ മാറാൻ അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. അവർ ചില ചരടുകൾ ദേഹത്ത് ധരിച്ചാൽ ഏതോ ഒരു അഭൗതികമായ ശക്തി അവരെ സഹായിക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ട്. മരിച്ച് മണ്ണടഞ്ഞ് പോയിട്ടുള്ള ഖബറിൽ കിടക്കുന്നവരായ വർഷങ്ങൾക്കപ്പുറത്ത് അല്ലെങ്കിൽ ദൂരത്തൊക്കെ ഖബറടക്കപ്പെട്ടവർ നമ്മുടെ ജീവിതവുമായി എന്നും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും നമ്മളെ സഹായിക്കാനും രോഗം മാറ്റിത്തരാനും ഒക്കെ കഴിയുമെന്നൊരു അടിമ വിശ്വസിച്ചാൽ അവൻ യഥാർത്ഥത്തിൽ വലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്ന അള്ളാഹു നമ്മളോട് അവകാശമായി അവന് നൽകാൻ പറഞ്ഞതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഭാഗം. അതൊരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കാത്ത ഭാഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് മറ്റെല്ലാ കാര്യങ്ങളും പുറത്തു കൊടുത്തേക്കാം. ഒരു വ്യഭിചരിക്കുന്ന മനുഷ്യന് ഒരു പക്ഷേ അവൻ തൗബ ചെയ്തില്ലെങ്കിലും റബ്ബ് പുറത്തു കൊടുത്തേക്കാം. പലിശ വാങ്ങുന്നവന് അള്ളാഹു ഒരു പക്ഷെ അവൻ ഉദ്ദേശിച്ചാൽ അവൻ പുറത്തു കൊടുത്തേക്കാം. അവന്റെ നന്മകളെ കൊണ്ട് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു പോയേക്കാം. പക്ഷേ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന നിസാരമായ ഒരു ചരടാണ്, നിസാരമായ ഒരു സത്യമിടലാണ്, നിസാരമായ ഞാൻ പരീക്ഷിച്ചു, എല്ലായിടത്തും പോയി, ഇനി ഇവിടെ കൂടെ ഒന്ന് പോയാൽ എൻ്റെ രോഗം ഒന്ന് മാറിക്കിട്ടുമെങ്കിൽ, നമ്മുടെ കുടുംബത്തിലെ പ്രയാസം ഒന്ന് നീങ്ങിക്കിട്ടുമെങ്കിൽ, ഈ കച്ചറയൊന്ന് ഒതുങ്ങിക്കിട്ടുമെങ്കിൽ എന്നൊക്കെ കരുതി വിശ്വാസികളായ ആളുകൾ അല്ലാത്തതിനെ അവലംബിക്കുന്നുവെങ്കിൽ നോക്കൂ, വളരെ ചെറിയ നിസാരമായ കാര്യമാണ്. ഒരുപാട് നന്മകൾ അപ്പുറത്ത് ചെയ്യുന്നുണ്ടാകും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയില്ല. ആ ശിർക്ക് സംഭവിക്കുന്നതോടുകൂടെ മറ്റെല്ലാ കാര്യങ്ങളും നിഷ്ഫലമാക്കി പോവും. കാരണം അടിമകളായ സൃഷ്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്രഷ്ടാവിന് കൊടുക്കേണ്ട ബാധ്യതയിൽപ്പെട്ട റഹ്മാനായ റബ്ബിന് നമ്മളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ് അവനല്ലാതെ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ, അതൊരു തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന കക്ഷി രാഷ്ട്രീയ ചർച്ചകൾക്കുമൊക്കെ അപ്പുറത്ത് നമ്മൾ കാണേണ്ട, ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ്. ഒന്നാമത് അള്ളാഹു പറഞ്ഞതോ അയ്യഅ്ബുദു, അള്ളാഹുവിനെ ആരാധിക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിപ്പിന്റെ കാരണത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുവർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ ആരാധിക്കാനാണ്. സഹോദരങ്ങളെ, ആ ആരാധനയിൽ നിന്ന് മടിയോ അല്ലെങ്കിൽ അലസതയോ അല്ലെങ്കിൽ അശ്രദ്ധയോ കാണിച്ച് പിന്നോട്ട് നിൽക്കുന്നവർ അള്ളാഹുവിന് നൽകേണ്ട ബാധ്യത നൽകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നോക്കൂ, നമ്മൾ കൊടുക്കുന്ന ഒരു മുൻഗണനാക്രമം ആരാധനാ കർമ്മങ്ങൾക്കുണ്ടോ? എൻ്റെ നിസ്കാരത്തിന് ഞാൻ കൊടുക്കുന്ന സ്വതക്കകൾക്ക്, ഞാൻ എൻ്റെ ചെലവാക്കുന്ന പട്ടികയിൽ അള്ളാഹുവിന് വേണ്ടി സ്വതക്കയായി കൊടുക്കുന്ന ഇബാദത്തായി മാറുന്ന ചെലവ് എൻ്റെ ചെലവിൽ എത്ര വരാറുണ്ട് ഒരു ദിവസം, ഒരു മാസം എന്നത് കണക്ക് കൂട്ടി നോക്കിയാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്ത് ചെയ്യുക എന്നൊരു ഭാഗം, അവകാശം നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. സമയം, അധ്വാനം, അതുപോലെ എല്ലാ കാര്യങ്ങളും നിർബന്ധമായും നിർവഹിക്കേണ്ട നിസ്കാരം മുതൽ ഇങ്ങോട്ട് പരിശുദ്ധ ഖുർആനിന്റെ പാരായണവും പ്രാർത്ഥനയും അടക്കമുള്ള കാര്യങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്താണ്. അവന് നമ്മളിൽ നിന്ന് കിട്ടേണ്ട അവകാശമാണ്, നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതയാണ്. അത് നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന സഹോദരങ്ങളെ നമ്മൾ നടത്തണം. ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്ത് അതിലേക്ക് നമ്മളെ ചിന്ത ക്ഷണിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അഫ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ലാതെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അത് സമ്പാദിക്കുക, ചെലവഴിക്കുക, സംസാരിക്കുക, ആളുകളുമായി ഇടപഴകുക, കുടുംബം ഉണ്ടാക്കുക, കൂട്ടുകാരൊത്ത് ചെലവഴിക്കുക, ഇതല്ലല്ലോ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. സമ്പാദിക്കുകയല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ സമ്പാദിക്കാനല്ല. ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല. എൻ്റെ കുടുംബത്തിന് വേണ്ടി അള്ളാഹു എന്നെ സൃഷ്ടിച്ചിട്ടില്ല. അത് പ്രധാനമായും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഒരു സ്ഥാപനത്തിന് വേണ്ടി അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ മരണപ്പെട്ടാലും അതൊക്കെ അവിടെ നിലനിൽക്കും. നമ്മുടെ കുടുംബം ഇവിടെ നിലനിൽക്കും. അവർ ഭക്ഷണം കഴിക്കും, അവർ താമസിക്കും, അവരുടുക്കും, അവരുടേതായ പ്രാഥമിക കാര്യങ്ങളൊക്കെ അവർ നിർവഹിക്കും. അള്ളാഹു നമ്മളെ കണ്ട് മറ്റൊരു സൃഷ്ടിയെ സൃഷ്ടിച്ചിട്ടില്ല. മറിച്ച് നമ്മളെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? അത് അള്ളാഹുവിനെ ആരാധിക്കാനാണ്. നിർബന്ധമായും നിർവഹിക്കേണ്ട ബാധ്യതകൾ, അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ മുൻഗണനാ ക്രമത്തിൽ മുന്നോട്ട് വന്ന് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ?
എന്നൊരു പരിശോധന നമ്മൾ നടത്തണം. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നമ്മളൊക്കെ തിരിച്ചു പോകും. ആ പോകുന്ന സമയത്ത് അള്ളാഹുവിനോടുള്ള വിചാരണയിൽ അള്ളാഹുവിനെ ആരാധിക്കാനും ആ ആരാധിക്കുന്നതിൽ അള്ളാഹുവിനെ തൊട്ട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാനും ഇതാണ് നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യത. ഇനി ആ ബാധ്യത നിറവേറ്റിയാലോ? അവർക്ക് അള്ളാഹു തിരിച്ച് ഒരു ബാധ്യത ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മളെപ്പോലെയുള്ള ഒരു ബാധ്യതയല്ല. സൃഷ്ടാവായ അള്ളാഹുവിനോട് സൃഷ്ടികളായ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള കമ്മിറ്റ്മെന്റ് ആണത്. നമ്മൾ നിർബന്ധമായും അത് നിർവഹിച്ചു കൊള്ളണം. എന്നാൽ അള്ളാഹുവോ ഹക്കുൽ ഇബാദി അലല്ലാഹ് എന്നത് അതേ ഗണത്തിൽ മനസ്സിലാക്കേണ്ടതല്ല. ഉടമയായ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മളോട് ബാധ്യതകളൊന്നുമില്ല. കാരണം അവൻ നമ്മളെ അവലംബിച്ചല്ല നിൽക്കുന്നത്. അവന് നമ്മളെ അവലംബിക്കേണ്ടതായ കാര്യമില്ല. നമ്മളെല്ലാവരും നന്നായി അള്ളാഹുവിനെ സംബന്ധിച്ച് അതിലൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. ഇനി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തെമ്മാടികളായി ജീവിക്കുന്നു, അള്ളാഹുവിന്റെ ആധിപത്യത്തെ അതൊട്ട് ബാധിക്കുകയുമില്ല. അതുകൊണ്ട് നമ്മൾ അവനിലേക്കാണ് ആവശ്യക്കാരൻ, അവൻ നമ്മളിലേക്കല്ല ആവശ്യക്കാരൻ എന്ന ബോധ്യം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ബാങ്ക് കേൾക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. നമ്മൾ നഹ്നു ഫുഖറാഉ ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ദരിദ്രരാണ്. അവന്റെ തൗഫീഖ് കൊണ്ട് നൽകുന്നത് ആസ്വദിക്കാനും അത് അനുഭവിക്കാനുമാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. എന്നാൽ അള്ളാഹുവോ അവൻ ഗനിയാണ്, അവൻ ധന്യനാണ്, അവൻ നമ്മളെ ആരെയും അവലംബിക്കുന്നവനല്ല. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നമ്മൾ ആ ബാധ്യത നിറവേറ്റിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാ യുഅദ്ദിബഹും, പിന്നീട് അവരെ ശിക്ഷിക്കുകയില്ല. തൗഹീദുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും സുപ്രധാനമായ വാഗ്ദാനമാണ്, ജീവിതത്തിൽ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നിർബന്ധമാവുകയും നരകം ഹറാമാവുകയും ചെയ്യും എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. അതൊരു സംഘടനാ തർക്കങ്ങൾക്കൊക്കെ അപ്പുറത്ത് എന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നിടത്ത് ഞാൻ നിതാന്തമായ ജാഗ്രത, ബോധപൂർവമായുള്ള ഒരു ഇടപെടലൊക്കെ നടത്തുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. മൂന്നാമതൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അള്ളാഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ചില ആളുകളുടെയൊക്കെ മനോഗതി ശരിക്കും അങ്ങനെയാണ്. അവർ കാണുന്നത് തിന്മയാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട്, ആസ്വദിക്കുന്നത് തിന്മയാണ് എന്ന് ബോധ്യമുണ്ട്, അവരുടെ സമ്പത്തിൽ നിഷിദ്ധമായത് കലർന്നിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടാകുമ്പോഴും ചിലർക്ക് മനസ്സിൽ വിചാരിക്കുന്നത്, ഞാൻ തൗഹീദിന്റെ വക്താവാണല്ലോ, ഞാൻ ശിർക്ക് ചെയ്യുന്നില്ലല്ലോ, ഞാൻ ജാറങ്ങളിൽ പോകുന്നില്ലല്ലോ, ഞാൻ അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങൾക്ക് മുന്നിൽ എന്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നില്ലല്ലോ, ആ തൗഹീദ് ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കുമല്ലോ എന്നൊരു അധിക വിചാരണ, അധികമായൊരു ആത്മവിശ്വാസം ചിലരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പൊ അവര് തിന്മ ചെയ്യുമ്പോൾ പോലും അവർ കണ്ടെത്തുന്ന ന്യായം, ഞാനൊരു തൗഹീദിന്റെ വക്താവാണ്, ഞാൻ അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാത്ത ഒരു വക്താവാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് മോചനവും സ്വർഗപ്രവേശനവും ലഭിക്കുമെന്ന ഉറപ്പ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് വലിയ സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ നിറവേറ്റുന്ന ഒരു മനുഷ്യനെ റബ്ബ് ശിക്ഷിക്കുകയില്ല എന്നത് വലിയ വമ്പിച്ച സന്തോഷ വാർത്തയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ അതിൽ മാത്രം തവക്കുലാക്കി പിന്നീട് കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൽ 5 വക്ത് നിസ്കാരത്തോടൊപ്പം ഒരു ദിവസമെങ്കിലുമൊക്കെ റവാത്തീബ് സുന്നത്തുകളും ചേർന്ന് കിട്ടുന്ന ദിവസം നിങ്ങൾക്ക് ഉണ്ടാകണ്ടേ? ഒരു ദിവസമെങ്കിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലുന്ന ഒരു ദിവസം ഒരു മുഅ്മിന് ജീവിതത്തിൽ ഉണ്ടാകണ്ടേ? മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ സമയം കണ്ടെത്തുന്നു, ചെലവഴിക്കുന്നു, എല്ലാത്തിലും ഉണർവോടുകൂടെ നമ്മൾ ഇടപെടുന്നു. എന്നാലോ ജീവിതത്തിൽ നമുക്കായി നമ്മുടെ ആത്മീയതയുടെ മനസ്സുഖത്തിന് വേണ്ടി കബറിൽ കിടക്കുമ്പോൾ നമ്മൾ നമുക്കായി സമ്പാദിക്കുന്നിടത്ത് നമ്മൾ എപ്പോഴും പിന്നോട്ട് നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. അവിടെ ഇബാദത്തുകളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുക എന്നത് ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ സ്വർഗപ്രവേശനത്തിന് അനുകൂലമാകുന്ന ഘടകമല്ല എന്ന് നമുക്കറിയാം. നോക്കൂ, ഈമാനിനെ എവിടെയൊക്കെ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ടോ അവിടെയൊക്കെ അമൽ സ്വാലിഹാത്തിനെ ചേർത്തുകൊണ്ടാണ് പറയുന്നത്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈമാൻ കൊണ്ട് മാത്രം ഒരാൾ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അമലു സ്വാലിഹാത്തിനെ അത്ര തന്നെ തവണ ചേർത്ത് പറയുമായിരുന്നില്ല. മുഅ്മിനീങ്ങളാകണം, തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാകണം, അള്ളാഹു അല്ലാത്ത ഒരാളെയും പങ്കു ചേർക്കാത്ത, അള്ളാഹു അല്ലാത്ത ഒരാളെയും ഒരു കാര്യത്തിലും ഇടപെടിപ്പിക്കാത്ത ശുദ്ധമായ തൗഹീദ് ഉണ്ടാകുമ്പോൾ തന്നെ ജീവിതത്തിൽ എണ്ണിപ്പെറുക്കി പറയാൻ കുറച്ച് സുന്നത്ത് നോമ്പും, കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങളും, ദിക്റും, ദുആവും, ഖുർആൻ പാരായണവും ഒക്കെ ഇല്ലെങ്കിൽ പിന്നെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ കർമ്മങ്ങളെ പരീക്ഷിച്ചാൽ, അത് നന്മ തിന്മകളെ വേർതിരിച്ചാൽ, മീസാനിലേക്ക് റബ്ബ് നമ്മുടെ കർമ്മങ്ങളെ കൊണ്ടുവരുന്ന ദിവസം വന്നാൽ അത് നന്മയായിരിക്കുമോ തിന്മയായിരിക്കുമോ കനം തൂങ്ങുക എന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാകണം.
ബാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭാരത്തെക്കുറിച്ചുകൂടെ നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്ന ആയത്ത് അള്ളാഹു നമ്മളോട് പറയുന്നത് വൽ വസ്നു യൗമ ഇദിനിൽ ഹഖ് ലിർറഹ്മാൻ. തൂക്കും, വസ്ന് തൂക്കും, നമ്മുടെ കർമ്മങ്ങളുടെ പിന്നെ ഇഖ്ലാസും എണ്ണവും പരപ്പവും എല്ലാം തൂക്കിയാണ് ഒരു മനുഷ്യന്റെ വിചാരണ പൂർത്തിയാക്കപ്പെടുക. അതിൽ നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ദിക്റുകളും ദുആകളും നമ്മൾ പിന്നോട്ട് നിൽക്കുന്നതും മടിച്ചു നിന്നതും ആലസ്യത്തോടുകൂടെ നമ്മൾ നിർവഹിച്ചതും ഒക്കെ തൂക്കപ്പെടും. നമ്മുടെ നിസ്കാരങ്ങൾ തൂക്കപ്പെടും. ആ തൂക്കപ്പെടുന്ന സമയത്ത് അത് തൂങ്ങുമോ, അത് ഏത് ഭാഗത്ത് തൂങ്ങും എന്നതിനെക്കുറിച്ചൊരു ആലോചനയിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന് നൽകേണ്ട ബാധ്യതയിൽ ഒരു അലസത വരുത്താതെ മടി കാണിക്കാതെ മുന്നോട്ട് വരാൻ നമ്മൾ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് അവനോടുള്ള ബാധ്യതകളൊക്കെ വീട്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ അത് നിറവേറ്റുന്നിടത്ത് ശ്രദ്ധയും ജാഗ്രതയുമൊക്കെ ഉണ്ടാകണമെന്നതാണ് സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകൾക്കും ക്രമങ്ങൾക്കും ഇടയിൽ റഹ്മാനായ റബ്ബിന് കൊടുക്കേണ്ട ബാധ്യതകൾ നമ്മൾ നിറവേറ്റിയാൽ കിട്ടുന്ന ഗുണം എന്താണ്? അത് പരലോകത്ത് സ്വർഗം ലഭിക്കുക എന്ന മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം നിറവേറ്റുന്നതോടൊപ്പം മനുഷ്യന് സമാധാനം എവിടെ കിട്ടും എന്ന ചോദ്യത്തിന്റെ ഉത്തരവും റഹ്മാനായ റബ്ബിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നവർക്കാണ് എന്നതാണ് അതിന്റെ ഉത്തരം. അള്ളാഹു നമ്മളോട് നിസ്കരിക്കാൻ പറയുന്നു. റഹ്മാനായ റബ്ബ് നമ്മളോട് അവന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ പറയുന്നു. നമ്മളോട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയുന്നു. ദിക്ർ ദുആകളിലൂടെ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉണർവുള്ളതാക്കി നിർത്താൻ പറയുന്നു. ഇതൊക്കെ നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിർവഹിച്ചാൽ അതിന്റെ നേട്ടം അള്ളാഹുവിനല്ല, നമ്മൾ സൂചിപ്പിച്ചതുപോലെ. പിന്നെ ആർക്കാണ്? വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് നിസ്കരിക്കാനായാലും സമ്പത്ത് ചെലവഴിക്കാനായാലും ഖുർആൻ ഓതാനായാലും ദിക്റിനായാലും ഒക്കെ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്തോളൂ എന്ന് പറയുന്നത് നമ്മളെ ക്ഷണിക്കുന്നത് ആത്യന്തികമായി ദാറുസ്സലാമിലേക്കാണ്, സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അത് ദുനിയാവിലായാലും പരലോകത്തായാലും അത് മനുഷ്യനെ സംബന്ധിച്ച് സമാധാനമേ നൽകൂ. പ്രയാസങ്ങൾക്ക് മുക്തമായ ജീവിതം ഉണ്ടാകുമെന്നല്ല അതിനർത്ഥം. കടമില്ലാത്ത, രോഗമില്ലാത്ത ആരെങ്കിലും ഇങ്ങനെ വ്യത്യസ്തങ്ങളായി നമ്മുടെ കുടുംബത്തിലും സാമൂഹികവും ഒക്കെ ആയി അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്ക് മുക്തമായിരിക്കുമെന്നല്ല അതിനർത്ഥം. മറിച്ച് ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റും. ആർക്ക്? അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ യഥാകൃതി നോക്കി അനുസരിച്ച് കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാകും. അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ടാകാം, കുടുംബത്തിൽ പ്രശ്നങ്ങൾ നടന്നു പോയേക്കാം. പക്ഷെ കിടന്നുറങ്ങുമ്പോൾ അള്ളാഹു കൽപ്പിച്ചതുപോലെ ബിസ്മിക റബ്ബി വളഅതു ജംബി എന്ന് പ്രാർത്ഥിച്ചു കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റും. സഹോദരങ്ങളെ, അതല്ല ഒരു മനുഷ്യന്റെ ധന്യത എന്ന് പറയുന്നത്. സമ്പത്തുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമുണ്ട്, കുടുംബക്കാരെ കൂട്ടും കുടുംബമൊക്കെ ഒരുപാടുണ്ട്, സുഹൃത്തുക്കളും അനവധിയുണ്ട്. കിടന്നുറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ അത്രയേറെ ബാധിക്കുന്ന പ്രശ്നം വേറെ ഇല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് അവന്റെ ബാധ്യതകൾ നിറവേറ്റിയാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ പരലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജയം അത് സ്വർഗപ്രവേശനവും നരകമോചനവുമാണ്. അതിനോടൊപ്പം ഭൂമിയിൽ എന്ത് കിട്ടും, ദുന്യവിൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ സമാധാനം മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. അവൻ എല്ലാ പ്രശ്നങ്ങളുടെയും മുന്നിൽ നിൽക്കുമ്പോഴും ഒരു സമാധാനത്തോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നതാണ് അത് നിറവേറ്റിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം. അതുകൂടെ തിരിച്ചറിഞ്ഞ് നമ്മൾ ഒരു ക്രമപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചകളായൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ പലപ്പോഴും പരിശുദ്ധ ഭൂമി, മുഖദ്ദസ്, പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകൾ അത്ര കണ്ട് നമുക്ക് സമാധാനം നൽകുന്നതോ സന്തോഷം നൽകുന്നതോ അല്ല. എപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ലോകം അവസാനിക്കുന്നതിനേയും മുമ്പ്, ലോകത്തെ ഏറ്റവും അവസാനത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ചിരിക്കും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള എണ്ണമറ്റ പ്രവചനങ്ങളിൽ ഒന്നായി വഹീന്റെ പാഠങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയിച്ചു തന്നൊരു വസ്തുതയാണ്. അതിലേക്ക് എത്തും എന്നതിലൊരു തർക്കവുമില്ല. പക്ഷെ ആ ഘട്ടം എത്തുന്നത് വരെ മുസ്ലിമീങ്ങൾ, അവിടെ താമസിക്കുന്നവർ പ്രത്യേകിച്ചും
ഇനി അല്ലാത്തവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലതൊരു കെടാക്കിനാവായി തീരാത്ത നോവായി അവശേഷിച്ചു കൊണ്ടിരിക്കും. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ അവർക്ക് വേണ്ട ഇടമുണ്ടായിരിക്കണം എന്നത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അവിടുത്തെ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരു തവണയെങ്കിലും ഒരു വിഷമം നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് അത് ഭാഷയുടെയും വർണ്ണത്തിന്റെയും ദേശരാഷ്ട്ര സങ്കല്പങ്ങളുടെയും ഒക്കെ അപ്പുറത്ത് അവർ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത് ഇഖ്വത്താണ്, ഒരു സഹോദരങ്ങളാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് കൽ ജസദ്, അവരൊരു ശരീരത്തെ പോലെയാണ്. എന്താണ് ശരീരത്തെ പോലെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തലവേദനയായാൽ തല മാത്രം നിശ്ചലമാകും, ശരീരത്തിന്റെ മറ്റെല്ലാ അവയവങ്ങളും ചലിക്കുമെന്നില്ലല്ലോ. പനി ബാധിച്ചാൽ പനി മനസ്സിന്റെ എവിടെയല്ല ശരീരത്തിന് ഏതോ ഒരു ഭാഗത്താണ്, മറ്റെല്ലാ അവയവങ്ങളും ഒരുപോലെ വർക്ക് ചെയ്യില്ല. തലവേദന ആയാലും കാലുവേദന ആയാലും ശരീരത്തിന്റെ ഏത് ഭാഗത്തെ ബാധിച്ചാലും അതിന്റെ പ്രയാസം ആ മനുഷ്യന്റെ ശരീരം ഒട്ടുക്കും ബാധിക്കും. അതുപോലെയാണ് മുസ്ലിമീങ്ങൾ കൽ ജസദ്, അവരൊരു ശരീരത്തെ പോലെയാണ്. അവരുടെ എവിടെ വേദനകൾ ഉണ്ടായാലും മറ്റവയവങ്ങൾ അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ അത് അലോസരപ്പെടുത്തുകയും സ്വന്തം കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പോലെ കണ്ട് പ്രാർത്ഥിക്കാനും അവരുടെ വേദനയോടൊപ്പം നിൽക്കാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചൊരു പുനരാലോചന നമ്മൾ നടത്തണം. സ്വകാര്യമായ സമയങ്ങളിൽ അവർക്ക് വേണ്ട പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും പരീക്ഷണങ്ങളെ അതിജയിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഫലസ്തീനിലെയും അതല്ലാത്തെയും സ്ഥലങ്ങളിൽ വിശ്വാസത്തിന്റെ കാരണത്താൽ പരീക്ഷിക്കപ്പെടുന്ന മുഴുവൻ വിശ്വാസികൾക്കും നീ സ്ഥൈര്യത പ്രദാനം ചെയ്യണം റഹ്മാനെ. കരുത്തുറ്റ നേതൃത്വത്തെ നീ അവർക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കഷ്ടപ്പെടുത്തുന്ന അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ശത്രുക്കളെ നീ തക്കതായ മറുപടി കൊടുത്ത് ദുനിയാവിലും ആഖിറത്തിലും വമ്പിച്ച ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോലുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരീക്ഷണ ഘട്ടത്തിൽ ഈമാനോട് സ്വബറോടെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.